കണ്ടെത്തിയത് നിധി തന്നെയെന്ന് ആർക്കിയോളജി വകുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നു. 1659 കാലഘട്ടം മുതലുള്ള വെനീഷ്യൻ ഡെക്കാറ്റ് ഇനത്തിൽപ്പെട്ട സ്വർണ്ണ നാണയങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സാമൂതിരി വെള്ളി നാണയം, ആലി രാജയുടെ കണ്ണൂർ പണം, ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങൾ തുടങ്ങിയവയാണ് ഈ നിധി ശേഖരത്തിൽ ഉള്ളതെന്നാണ് ആർക്കൈവീസിൻ്റെ കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. സജോ, അപ്പോൾ നല്ല വാർത്തയാണല്ലത്, വിശദാംശങ്ങൾ. SKN ആദ്യഘട്ടത്തിൽ നമുക്ക് ചെറിയ കൗതുകവും വലിയ തമാശയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഗതി അങ്ങനെയല്ല, അത് നിധി തന്നെയാണ് എന്നാണ് പുരാവസ്തു വകുപ്പിൻ്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിരിക്കുന്നത് എന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് ഈ നിധി ശേഖരം കിട്ടുന്നത്. നിധി തന്നെയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയത്തിന് എന്തായാലും ഒരു ദൂരീകരണം ഉണ്ടായിരിക്കുകയാണ്. പുരാവസ്തു വകുപ്പ് പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ വ്യക്തമായിരിക്കുന്നത് നിധി തന്നെയാണ്. അതിന് വലിയ പഴക്കമുണ്ട്. 1659 കാലഘട്ടം മുതലുള്ള വെനീഷ്യൻ ഡക്കാറ്റ് ഇനത്തിൽപ്പെട്ട സ്വർണ്ണ നാണയങ്ങൾ മുതലുള്ള നാണയങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും ഒക്കെയാണ് അതിലുള്ളത് എന്നതാണ് നിഗമനം. കാശിമാലയായി ഉപയോഗിക്കുന്നതാണ് അതിലെ സ്വർണ്ണ ഇനങ്ങൾപ്പെട്ടത്. മറ്റൊന്ന് ഫ്രാൻസിസ്കോ കോടാൻ്റെ നാണയങ്ങൾ, മറ്റൊന്ന് ഈ അറക്കൽ രാജവംശം, കണ്ണൂരിലെ ഒരു രാജവംശമാണ്, മാപ്പിള മുസ്ലിം രാജവംശമാണ്. ആ അറക്കൽ രാജവംശത്തിൽ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ അതിൽ ഉണ്ട് എന്നതാണ്. അതായത് മറ്റൊന്ന് വീരായൻ പണം അഥവാ സാമൂതിരിയുടെ വെള്ളി നാണയം. അപ്പോൾ എത്രയോ കാലഘട്ടം പഴക്കമാണെന്ന് ഓർക്കണം. ആലിരാജ എന്ന് പറയുമ്പോൾ തന്നെ അത് അറക്കൽ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണൂർ പണം ആ കാലഘട്ടത്തിൽ ആലിരാജ അന്ന് രാജഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കണ്ണൂർ പണം എന്ന പേരിലാണ് ആലിരാജ അഥവാ അറക്കൽ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് കണ്ണൂർ പണം എന്ന പേരിലാണ്. അത്രയും പഴക്കമുണ്ട് അതിന്. മറ്റൊന്ന് ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങളാണ്. അതായത് മാഹിയും മറ്റും ഫ്രഞ്ച് അധീനതയിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട ഫ്രഞ്ച് പണവും ആ നാണയങ്ങളുടെ ഭാഗമാണ്. പുതുച്ചേരി കോയിൻ, അതായത് പുതുച്ചേരി മാഹി ഫ്രഞ്ച് നാണയങ്ങൾ എന്നൊക്കെ പറയുന്നത് പുതുച്ചേരിയും മാഹിയും ഒക്കെ ഫ്രഞ്ച് ഭരണത്തിന് കീഴിലായിരുന്നു. അതായത് ഇന്നത്തെ ഫ്രാൻസിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ആ ഫ്രഞ്ച് സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള നാണയങ്ങളായിരുന്നു എന്ന് അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് സ്വർണവും വെള്ളിയുമാണ് കണ്ടെത്തിയത്. അതിൽ നാണയങ്ങൾ ഇത്രയും അധികം 1600 കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന നാണയങ്ങൾ തന്നെയാണ് എന്ന് കണ്ടെത്തി. മറ്റൊന്ന് സ്വർണ്ണമാണ്. ആ സ്വർണവും സമാനമായ രീതിയിൽ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ആ മേഖലയിൽ മറ്റെന്തെങ്കിലും ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. അത് മറ്റൊരു പ്രത്യേകമായി ഓട്ട് കുടത്തിൽ എടുത്ത് അതിൽ സംരക്ഷിച്ച് അതിൽ സൂക്ഷിച്ചതിന് ശേഷം കുഴിച്ചിട്ടതാണ്. ആ മേഖലയിൽ എന്തെങ്കിലും ഖനനം നടത്തുന്നത് ഗുണം ചെയ്യുകയില്ല എന്നതാണ്. പക്ഷേ ഈ കിട്ടിയ സംഗതി ഒരു അമൂല്യമായ പുരാവസ്തു ശേഖരമാണ് എന്നാണ് ഇപ്പോൾ പുരാവസ്തു അതിനുവേണ്ടി പ്രത്യേകമായി തന്നെ പുരാവസ്തു വകുപ്പ് തന്നെ പ്രത്യേക ഒരു ടീമിനെ നിയോഗിച്ചു. പുരാവസ്തു ഡയറക്ടർ തന്നെ എത്തി അവരുടെ ഒരു ടീമാണ് ഈ കാര്യങ്ങൾ പരിശോധിച്ചത്. നിലവിൽ അത് റവന്യൂ വകുപ്പിൻ്റെ കൈവശമാണുള്ളത്. ആ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതൊരു അമൂല്യമായ ശേഖരമാണ് എന്നവർ കണ്ടെത്തുകയാണ്. അതായത് ചുരുക്കത്തിൽ അത് കണ്ടെത്തിയത് നിധി തന്നെയാണ് എന്നതാണ് ഇപ്പോൾ തെളിയുന്നത്. SKN. ഓക്കെ, താങ്ക് യു സജോ ദേവസി. എന്തായാലും കണ്ണൂർക്കാർ ഭാഗ്യമാണ്, അവർക്ക് നിധി കിട്ടിയിരിക്കുന്നു എന്ന് ഇനി നമുക്ക് ഉറപ്പിക്കാം. കാര്യം ആർക്കിയോളജി വകുപ്പ് ഇത് സാക്ഷ്യപ്പെടുന്നു. ഇത് ചരിത്രം ഉപേക്ഷിച്ചു പോയ ചില സംഭവങ്ങളാണ് എന്ന കാര്യം. എന്തായാലും നല്ല കാര്യം, കണ്ണൂർക്കാർക്ക് അഭിനന്ദനങ്ങൾ.